ഒരു കോൺഫറൻസിൻ്റെ പേര് നിങ്ങൾക്ക് നമ്മളധികം കേട്ടിട്ടുണ്ടാകുന്നൊരു പേരായിരിക്കില്ല. കർത്താവ് വളരെ പ്രത്യേകമായ രീതിയിൽ നമുക്ക് നൽകിയ ഒരു പേരാണ് ഇൻ ദ ബിഗിനിങ്. ഈ പേര് വരുന്നത് മത്തായി സുവിശേഷം 19 അധ്യായത്തിലാണ് ഇതിനെ പ്രതിപാദിക്കുന്നത്. മത്തായി സുവിശേഷം 19:3 തുടങ്ങുകയാണ്. ഫരിസേയർ അടുത്തു ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സ്രഷ്ടാവ് ആദി മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്നവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അവർ അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഉപേക്ഷാ പത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ വിധിച്ചത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തമാണ് ഭാര്യ ഉപേക്ഷിക്കാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത്. ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യും. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യ ഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം. അവൻ പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. ഇവിടെ 2 സ്ഥലങ്ങളിലാണ് ഈശോ ആദ്യം മുതലേ എന്ന കാര്യം പറയുന്നത്. ഇപ്പോൾ വിവാഹമോചനത്തെക്കുറിച്ച് ചോദിക്കുമ്പം പറയായിരുന്നു, ആദ്യത്തെ കാര്യം ഇങ്ങനെയാണ്. അവൻ മറുപടി 4-ാമത്തെ പറഞ്ഞു, സ്രഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരുന്ന അവിടെ അരുളി ചെയ്തിട്ട് നിങ്ങൾ വായിച്ചിട്ടില്ലേ? 2-ാമത് മോശ വിവാഹം ഉപേക്ഷാപത്രം നൽകാമെന്ന് പറഞ്ഞപ്പോൾ പറയാണ്, നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തമാണ് ഭാര്യ ഉപേക്ഷിക്കാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത്. ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല. ഇൻ ദ ബിഗിനിങ്. അപ്പോൾ ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിവാഹമോചനവും ഈ പറഞ്ഞ ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, സഹനങ്ങൾ, മരണങ്ങൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദ ലോർഡ്. അപ്പം നമ്മൾ ഈ ഒരു തുടക്കം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ആ ഇൻ ദ ബിഗിനിങ്, ദൈവത്തിന് മനുഷ്യവംശത്തെക്കുറിച്ച്, കുടുംബങ്ങളെക്കുറിച്ച്, ഈ ലോകത്തെക്കുറിച്ചൊരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നമാണ് പിശാചിൻ്റെ പ്രലോഭനത്താൽ മാതാപിതാക്കൾക്ക് വന്ന് അവർ പാപം ചെയ്ത് ഈ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആദിയിലുണ്ടായിരുന്ന ആ മനോഹരമായ ആ പദ്ധതി അവൻ തകർത്ത് കളയാണ്. തകർക്കുക എന്ന് പറയല്ല, അതിൽ നിന്നും മനുഷ്യൻ വീണു പോവുകയാണ്. അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റ്, നമ്മുടെ സ്റ്റേജും എല്ലാം ആ ഒരു പറുദീസയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഈ കോൺഫറൻസിനെ കാണുന്നത്. അപ്പോൾ സ്വർഗം നമ്മളെ കുറിച്ചും, പ്രത്യേകിച്ച് കുടുംബങ്ങളെക്കുറിച്ച്, ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച്, നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനുണ്ടായിരുന്ന ആ മനോഹരമായ ആ ഒരു പദ്ധതിയിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണ് നമ്മൾ ഈ കോൺഫറൻസിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ കാണുന്നതും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ കാണുന്ന പല പ്രശ്നങ്ങളും, പല ദുരിതങ്ങളും, കഷ്ടപ്പാടുകളും, വേദനകളൊക്കെ ഇതൊന്നും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്നതല്ല. ഇതെല്ലാം പാപത്തിൻ്റെ ഫലമായി മനുഷ്യ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ വന്നു ചേർന്നതാണ്. അപ്പോൾ ദൈവം നമ്മളെ സൃഷ്ടിച്ച്, സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ച് പറുദീസയിൽ സ്ഥാപിച്ച്, നമ്മളെ സ്ഥാപിച്ചപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയും. അപ്പം ഇതാണ് ഈശോ ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല എന്ന് ദൈവത്തെ പറയുന്നത്. അപ്പം ഈ ആദ്യ പാപത്തിന് മുൻപുണ്ടായിരുന്ന മനുഷ്യാവസ്ഥ, അത് നമ്മളൊന്ന് മനസ്സിലാക്കുകയും ആ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നമ്മളെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ നമ്മളൊന്ന് റീകൺസ്ട്രക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുറച്ചുകൂടി ഉച്ചത്തിൽ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. നിങ്ങളെല്ലാവരെയും പറുദീസയിലേക്കൊന്ന് ക്ഷണിക്കുന്നു.
പറുദീസ എന്നൊക്കെ പറയുമ്പോൾ ബൈബിളിൽ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ബൈബിൾ വായിച്ചൊക്കെ വരുമ്പം കുറച്ച് കൺഫ്യൂഷൻസൊക്കെ ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറേ കഥകളും മരങ്ങളുടെയും പല കഥകളൊക്കെ പറയുമ്പോൾ ഈ ദൈവം എന്താണ് ബൈബിള് ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ 1 മുതൽ 11 അധ്യായം വരെ ഉള്ളത് ഒരു പ്രീ ഹിസ്റ്റോറിക്, അത് ചരിത്രത്തിന് മുൻപുണ്ടായിരുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അതൊരു ചരിത്ര സംഭവമായിട്ടല്ല ബൈബിള് വിവരിക്കുന്നത്. അപ്പം നമ്മളറിയാം ബൈബിളിൽ പല സ്ഥലത്തും ഒരു കെട്ട് കഥകൾ, ഈശോ ഒക്കെ വരുമ്പോൾ ഈശോ കുറേ കഥകളിലൂടെയാണ് ഈ ദൈവിക രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുന്നത്. അല്ലേ? നല്ല സമറിയാക്കാരൻ്റെ കഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ? ജെറൂസലേമിൽ നിന്ന് ഒരാൾ ജെറീക്കോയ്ക്ക് പോയായിരുന്നോ? അങ്ങനെ ആരും പോയിട്ടൊന്നുമില്ല. അതൊരു കഥയാണ്. അപ്പം അങ്ങനെ ബൈബിളിലെല്ലാം ഈശോ കഥകളിലൂടെയാണ് വരിക. അപ്പം അങ്ങനെ തന്നെ ഒരു കാവ്യരൂപം അല്ല കഥാരൂപത്തിലാണ് ആദ്യത്തെ ഭാഗങ്ങൾ നമ്മൾ ബൈബിളിൽ വിവരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും, ആദോ ഹവ്വയും സൃഷ്ടിച്ചു, അതിനുശേഷം അവർക്ക് 2 മക്കളുണ്ടായി, മൂത്തവൻ രണ്ടാമത്തേനെ കൊന്നു, പിന്നെ ഒരുത്തനല്ലേ ഉള്ളൂ, പിന്നെ അങ്ങനെ ബാക്കി കുട്ടികളുണ്ടായി, അപ്പോൾ ഇനിയിപ്പം അവനും വേറെ വല്ലോ തോന്നിവാസം കാണിച്ചോ എന്നൊക്കെ അങ്ങനെ കുറേ ചിന്തകളൊക്കെ വരും അല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് അത് ബൈബിൾ ഒരു ചരിത്ര പുസ്തകമല്ല. ബൈബിള് നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നത് ഈ പ്രത്യേകിച്ച് 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വരുമ്പം ആദ്യത്തെ ഭാഗങ്ങൾ നമ്മൾ വായിക്കും മനസ്സിലാക്കുന്നത് സൃഷ്ടപ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് വിവരിക്കലല്ല ബൈബിൾ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. സൃഷ്ടപ്രപഞ്ചവും മനുഷ്യനും എങ്ങനെ ഉണ്ടായി എന്നതിന് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, അല്ലെങ്കിൽ സൃഷ്ടി എങ്ങനെ രൂപപ്പെട്ടു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ബൈബിൾ എഴുതിയിരിക്കുന്നത്. അത് എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്നതിന് വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരിക്കൽ ആൽബർട്ട് ഐൻസ്റ്റീനോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ വലിയ ശാസ്ത്രജ്ഞനാണല്ലോ, നിങ്ങളുടെ മുമ്പിൽ ദൈവം വന്ന് പ്രത്യക്ഷപ്പെട്ടു ഒരു കാര്യം, ഒരു ചോദ്യം ചോദിച്ചു, ഒരു അനുഗ്രഹം ചോദിച്ചോളാൻ പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ ചോദിക്കുക? അപ്പം അദ്ദേഹം വലിയ ശാസ്ത്രജ്ഞനാണല്ലോ, അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ വലിയ പഠനം നടത്തിയിട്ടുള്ള ആളാണ്. അപ്പം അദ്ദേഹം ആദ്യം പറഞ്ഞു, ദൈവത്തെ കാണാൻ സാധിച്ചെങ്കിൽ ഞാൻ ആദ്യം ചോദിക്കുക, ദൈവമേ ഈ പ്രപഞ്ചം ഇതെല്ലാം എങ്ങനെ നീ സൃഷ്ടിച്ചു എന്ന് ഞാൻ ചോദിക്കും. പക്ഷെ അത് പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, സോറി അതല്ല ഞാൻ ചോദിക്കാം, ഇതെല്ലാം എന്തിനു വേണ്ടി നീ സൃഷ്ടിച്ചു എന്നുള്ളതായിരിക്കും ഞാൻ ചോദിക്കുക. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അല്ലേ? നമ്മളൊക്കെ പലപ്പോഴും ഇപ്പോഴും ബൈബിളും ദൈവത്തിൻ്റെ മുമ്പിലൊക്കെ വന്ന് ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ, ഇതൊക്കെ എങ്ങനെ ഉണ്ടായി, ഇതൊക്കെ എന്താണ് ഇതിൻ്റെ? അപ്പം നമ്മളിങ്ങനെ ഒരു ആകാംക്ഷയാണ് അല്ലേ, നമുക്കിങ്ങനെ കാര്യങ്ങൾ അറിയുവാനുള്ള ഒരു വ്യഗ്രത നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം ബൈബിളും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെയൊക്കെ ഈ നമ്മുടെ മുമ്പിൽ കാണുന്ന കാര്യങ്ങളിലേക്ക് അർത്ഥം മനസ്സിലാക്കാനുള്ള ഒരു പുസ്തകമല്ല. പ്രത്യുത ഇതെല്ലാം സൃഷ്ടിച്ചതിൻ്റെ പുറകിലുള്ള ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിശുദ്ധ ഗ്രന്ഥം എഴുതി വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതല്ല പ്രധാനം. എങ്ങനെ ഉണ്ടായെന്ന് അറിയുന്നതിന് യാതൊരു പ്രസക്തിയില്ല, അതിന് യാതൊരു മൂല്യമില്ല. ദൈവം പറയാണ്, ഞാൻ എൻ്റെ വായ കൊണ്ടുണ്ടാക്കി, അല്ല എൻ്റെ കൈ കൊണ്ടുണ്ടാക്കി. അങ്ങനെയായിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ എന്തിനു വേണ്ടി സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിനും എനിക്കും ഒരു പർപ്പസ് ഉണ്ട്. ഇതെല്ലാത്തിനും ഒരു ഉദ്ദേശം അവിടെ കടന്നു വരികയാണ്. അപ്പം നമ്മളും ദൈവത്തോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ പലപ്പോഴും ഇതാണ്. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല സഹനങ്ങളും വേദനകളും കഷ്ടപ്പാടൊക്കെ വരും. ഉടനെ നമ്മൾ ചോദിക്കുക, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത് വന്നത് അല്ലേ? നമ്മളെയൊക്കെ ചോദ്യം എപ്പോഴും അതാണ്. നമ്മളെപ്പോഴും റോങ് ക്വസ്റ്റ്യൻസ് ആണ് ദൈവത്തോട് ചോദിക്കണം. എന്നാൽ നമ്മൾ ചോദിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ദൈവമേ ഇന്ന് ഈ അനുഭവിക്കുന്നത്, ഇപ്പം ഞാനിപ്പോൾ ഒറ്റക്കാലിലാണ് നടക്കുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ദൈവമേ ഇത് വന്നതെന്നല്ല ചോദിക്കുന്നത്. വാട്ട് ഈസ് യുവർ ബ്യൂട്ടിഫുൾ പ്ലാൻ ബിഹൈൻഡ് ദിസ് സഫറിങ്സ്?
കാരണം ഇങ്ങനെ ഞാൻ ഞൊണ്ടി നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിന് അതിമനോഹരമായൊരു പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതെന്താണ് എന്നാണ് നമ്മൾക്ക് അറിയേണ്ടത്. കാൽവരി മലയിൽ 3 ആണിമേൽ തൻ്റെ പ്രിയപുത്രൻ ദൈവം തൂങ്ങി മരിക്കുമ്പോൾ ലോകം ചോദിച്ചു, എന്താണ് ഇതെന്ന് ചോദിച്ചു. ഇല്ല, ഇതെന്താ ഇങ്ങനെ, നീ ദൈവമാണെങ്കിൽ ചാടി വാ, ഓടി വാ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ പരിശുദ്ധ അമ്മ കുരിശിൽ, നമ്മുടെ യോഹന്നാൻ, ഇങ്ങനെ ദൈവത്തിൻ്റെ മക്കൾക്കൊക്കെ ആ കുരിശിൻ്റെ ബലിയുടെ പുറകിലുള്ള ദൈവീക പദ്ധതി മനസ്സിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ലോകത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ഏറ്റവും ബലഹീനമായ ഒരവസ്ഥയാണ്. 3 ആണിമേൽ തൂങ്ങി മരിക്കുക ദൈവം. ഇപ്പോഴും ലോകത്തിന് ആ ദൈവത്തെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ മനുഷ്യകുലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായൊരു പദ്ധതിയായിരുന്നു. ഗോഡ് റിഡീം ദ ഹോൾ വേൾഡ് എന്ന് പറയും. ലോകത്തെ മുഴുവൻ ദൈവം വീണ്ടെടുക്കുന്ന ഒരു വലിയ പദ്ധതിയായിരുന്നു കാൽവരി മലയിലെ കുരിശിലെ ബലി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമ്മുടെ എല്ലാ ജീവിതത്തിലും നമ്മളെല്ലാം ഇങ്ങനെ നമ്മുടെ ഈ ചെറിയ ബുദ്ധി വെച്ചിട്ട് ഈ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ ബൈബിളും നമ്മൾ അതുപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ദൈവത്തെയും നമ്മൾ ഇതുപോലെ നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതൊരിക്കലും സാധ്യമല്ല. നമ്മൾ ദൈവം സൃഷ്ടിച്ച ഒരു ബ്രെയിൻ വെച്ചിട്ട്, വളരെ പരിമിതമായ കുറച്ച് അറിവുകളും വെച്ചിട്ട് ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും സാധ്യമല്ല. ആ ദൈവത്തിൻ്റെ പദ്ധതികൾ മനസ്സിലാക്കാനും നമുക്ക് സാധ്യമല്ല. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം എന്തിന് നീ അനുവദിച്ചു, ഇതെല്ലാം എന്തിന് നീ സൃഷ്ടിച്ചു, എന്താണ് നിന്റെ പദ്ധതി, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 4 ദിവസങ്ങളിൽ ഇവിടെ ആയിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണുന്നുണ്ട് 1-2 കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി പോവുകയാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആ വലിയ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കുവാൻ. സൃഷ്ടപ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു വന്ന് അവസാനം 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉൽപ്പത്തി 21-26 പറയാണ്, ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും 4 കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിലിഴയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യമുണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെ മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പം 2 വിവരണങ്ങളാണ് ബൈബിളിൽ തുടക്കത്തിൽ കാണുന്നത്. ഒന്ന്, ദൈവം പുരുഷനും സ്ത്രീയെ സൃഷ്ടിച്ചതായിട്ട് പറയുന്നു, തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു. 2-ാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, ആദ്യം പുരുഷനെ മണ്ണിൽ നിന്നുണ്ടാക്കുന്നു, അവൻ്റെ വാരിയലിൽ നിന്ന് സ്ത്രീയെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ 2 സൃഷ്ട രീതികൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളാണ്. ഒന്ന്, ദൈവം സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിക്കുകയാണ്. അപ്പം ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ തിയോളജി ഓഫ് ദ ബോഡി എന്ന് പറയുന്ന മനോഹരമായ ഒരു പുസ്തകം, അതിൽ ഈ ഒരു ചെറിയ ഭാഗത്തെ വലിയ രീതിയിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മൾ ഇന്നൊന്ന് മനസ്സിലാക്കി പോവുകയാണ്. എന്താണ് ഈ പറഞ്ഞ വാക്കിൻ്റെയൊക്കെ അർത്ഥമെന്ന് പറയണം. അപ്പം ഇതിൻ്റെ 2-ാമത്തെ ഒരു ഭാഗം, നമ്മൾ 2-ാമത്തെ അധ്യായം കൂടി നമ്മളൊന്ന് വായിച്ചു പോകുന്നത് നല്ലതാണ്. 5-ാമത്തെ വചനം മുതൽ, ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല, കാരണം അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല, കൃഷി ചെയ്യാൻ മനുഷ്യനുണ്ടായിരുന്നുമില്ല. എന്നാൽ ഭൂമിയിൽ നിന്നൊരു മൂടൽമഞ്ഞ് ഉയർന്ന് ഭൂതലമെല്ലാം നനച്ചു. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവൻ്റെ നാസാരന്ധങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായിത്തീർന്നു. അവിടുന്ന് കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടമുണ്ടാക്കി തൻ്റെ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന
എല്ലാത്തരം വൃക്ഷങ്ങളും അവിടെ മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. ജീവന്റെ വൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ അവിടുന്ന് വളർത്തി. തോട്ടം നനയ്ക്കാൻ ഏദനിൽ നിന്നൊരു നദി പുറപ്പെട്ടു. അവിടെ വെച്ച് അത് 4 കൈവഴികളായി പിരിഞ്ഞു. ഒന്നാമത്തിൻ്റെ പേര് പിഷോൺ. അത് സ്വർണത്തിൻ്റെ നാടായ ഹവില മുഴുവൻ ചുറ്റി ഒഴുകുന്നു. ആ നാട്ടിലെ സ്വർണം മേൽത്തരമാണ്. അവിടെ സുഗന്ധദ്രവ്യങ്ങളും പവിഴക്കല്ലുകളുമുണ്ട്. രണ്ടാമത്തെ നദിയുടെ പേര് ഗിഹോൺ. അത് കുഷ് എന്ന നാടിനെ ചുറ്റി ഒഴുകുന്നു. മൂന്നാമത്തെ നദിയുടെ പേര് ടൈഗ്രീസ്. അത് അസീറിയയുടെ കിഴക്ക് ഭാഗത്തൂടെ ഒഴുകുന്നു. നാലാമത്തെ നദി യൂഫ്രട്ടീസ്. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെ ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നരുത്. തിന്നുന്ന ദിവസം നീ മരിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിന് രൂപപ്പെടുത്തി അവയ്ക്ക് മനുഷ്യൻ എന്തു പേരിടണമെന്ന് അറിയാൻ അവിടുന്ന് അവനെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഠനിദ്രയിൽ ആഴ്ത്തി. ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയെല്ലുകളിൽ എടുത്തതിനു ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി മനുഷ്യനെടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിലിതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്നെടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്നിവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. പുരുഷനും അവൻ്റെ ഭാര്യയും നഗ്നരായിരുന്നു, എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം ആദിയിൽ ഈ ഭാഗമാണ് മത്തായി സുവിശേഷത്തിൽ ഈശോ കോട്ട് ചെയ്യുന്നത്, അല്ലേ? ആദിയിൽ അങ്ങനെയായിരുന്നില്ല. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. പുരുഷനും അവൻ്റെ ഭാര്യയും നഗ്നനായിരുന്നു. അപ്പം കുറച്ച് കാര്യങ്ങൾ ഇവിടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന്, മനുഷ്യനെ ദൈവം രൂപപ്പെടുത്തുക. ആ മനുഷ്യനെ രൂപപ്പെടുത്തുമ്പോൾ അവനിൽ നിന്ന് അവനെ ഉറക്കിക്കിടത്തിയതിനു ശേഷം അവൻ്റെ വാരിയെല്ലിൽ നിന്ന് ദൈവം സ്ത്രീയെ രൂപപ്പെടുത്തിയെന്ന് പറയാം. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഒരു ലോകത്തിൽ, ഈ പാപത്തിന് വീണുപോയ ലോകത്തിൽ സ്ത്രീകൾക്കുള്ള വില പലപ്പോഴും നമ്മൾ കേരള കൾച്ചറിലൊക്കെ സ്ത്രീകൾക്ക് ഒരിത്തിരി താഴ്ന്ന സ്ഥാനമാണ് നമ്മുടെയൊക്കെ സമൂഹത്തിലും കുടുംബങ്ങളിലൊക്കെ ഉള്ളത്, അല്ലേ? അവരെ ഒരിക്കലും നമ്മൾ മുൻപന്തിയിലൊന്നും കയറ്റി നിർത്താറില്ല. എന്നാൽ അതൊക്കെ പാപത്തിൻ്റെ ഫലമായി ഉണ്ടായ ചില വീഴ്ചകളാണ്. ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല. ദൈവം പുരുഷനെ സൃഷ്ടിച്ചു. ആദ്യം പുരുഷനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അവനെ ഉറക്കിക്കിടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റേതായ യാതൊരു പ്രവൃത്തിയുമില്ലാതെ, അവൻ്റേതായ യാതൊരു ഗുണവുമില്ലാതെ അവനെ മയക്കത്തിലാർത്തി അവനിൽ നിന്നും ദൈവം സ്ത്രീയെ രൂപപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം, സ്ത്രീയും പുരുഷനെയും ദൈവം തുല്യ പ്രാധാന്യത്തോടെ ഒരേപോലെ സൃഷ്ടിച്ചു. സ്ത്രീയുടെ സൃഷ്ടിക്ക് പുരുഷന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ആ പുരുഷനെ സൃഷ്ടിച്ച അതേ ദൈവം തന്നെ അതേ സ്നേഹത്തിലും മഹത്വത്തിലുമാണ് സ്ത്രീയെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അവൻ്റെ വാരിയിൽ നിന്ന് എടുത്തു എന്ന് പറഞ്ഞാൽ തുല്യ പ്രാധാന്യമാണ്. അപ്പോൾ ഈ ദൈവം സൃഷ്ടിച്ച ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ തിരിച്ചു വരിക എന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ ഈ ഈശോ ഭൂമിയിലേക്ക് വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണം. ഈ അനുതാപം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോഴും മനസ്സിലാക്കുന്നത്, അനുതപിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഗ്രീക്കിൽ മെറ്റനോയ എന്നൊരു വാക്കാണ് പറയാം. മെറ്റനോയ മീൻസ് എ റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ ടുവേർഡ്സ് ദി ഒറിജിൻ. ഒരു എന്താ പറയാ, പ്രകടമായ ഒരു മാറ്റം, ഒരു തിരിച്ചു നടപ്പ്. എങ്ങോട്ടാ തിരിച്ചു നടക്കുന്നത്? ദ ഒറിജിൻ.
ആദിയിൽ ദൈവം രൂപപ്പെടുത്തിയ ആ പദ്ധതിയിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നതിൻ്റെ പേരാണ് മാനസാന്തരം എന്ന് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. ചിലപ്പോഴെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം മാനസാന്തരം കുറച്ച് പാപം ചെയ്യാതിരിക്കുന്നതും കുറച്ച് കള്ളു കുടിക്കാതിരിക്കുന്നതും ചില തെറ്റ് ചെയ്യാതിരിക്കുന്നതാണ്. അതല്ല, അതൊക്കെ വേണം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഉദ്ദേശിക്കുന്നത് ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോഴുണ്ടായിരുന്ന ആ ദൈവിക പദ്ധതിയിലേക്ക് നമ്മൾ തിരിച്ചു പോവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു കോൺഫറൻസ് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായിരുന്നു ആ ദൈവത്തിൻ്റെ പദ്ധതി? ഇപ്പോഴും നമ്മളൊക്കെ ജീവിക്കുന്നത് ദൈവം വിഭാവനം ചെയ്ത പദ്ധതി അനുസരിച്ചിട്ടല്ല. ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയെ തകർക്കുവാൻ വേണ്ടി സാത്താൻ ഒരു നുണ പറഞ്ഞു. ആ നുണയുടെ ഫലമാണ് ആദ്യ കുടുംബം തകരുന്നതും ആ തകർച്ചയിലുള്ള മനുഷ്യവംശം മുഴുവനും വലിയ തകർച്ചയിലേക്ക് വരിക. ഒരു നുണ. അവനെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്, അവൻ നുണയനും നുണയരുടെ പിതാവുമാണ്. അല്ലേ? അത്രമാത്രം വലിയൊരു നുണയാണ് ഏദൻ തോട്ടത്തിൽ സാത്താൻ. നമുക്കതിലേക്ക് വരാം. അപ്പോൾ സ്ത്രീയും പുരുഷനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നമ്മൾ കടന്നു വരണം. സ്നേഹമുള്ളവരെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടില്ല. നമ്മൾക്കൊരു ചെറിയ അബദ്ധമുണ്ട്. കുറേ പ്രാർത്ഥിച്ചു, ഒന്ന് കുമ്പസാരിച്ചു, പിന്നെ കുറച്ച് പാപം ചെയ്യാണ്ടിരിക്കുക, കുറച്ച് നോയമ്പ് നോക്കുക, കുറച്ച് ത്യാഗപ്രവൃത്തികളൊക്കെ ചെയ്യുക, കുറച്ച് മുട്ടമേൽക്കുക, കുറച്ചിൻ്റെ വഴിയൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നുള്ളതാണ് നമ്മുടെ ഒരു വിചാരം. അങ്ങനെ പരിഹരിക്കപ്പെടില്ല. നമുക്ക് തോന്നുന്ന ഉചിതമെന്ന് തോന്നുന്ന നല്ലതെന്ന് തോന്നുന്ന കുറേ പുണ്യകർമ്മങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് സ്വന്തമാക്കാൻ പറ്റില്ല. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ അനുതാപം, മാനസാന്തരം. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ വരുവാനുള്ള ഏക വഴി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പാപം ചെയ്യാതിരിക്കുന്നതോ ചെയ്തുപോയ പാപത്തെക്കുറിച്ച് കരയുന്നതോ കുറച്ച് പശ്ചാത്തപിക്കുന്നതോ കുറച്ച് പീഡ സഹിക്കുന്നതോ അല്ല. ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ദൈവം ഇതിനെല്ലാം നമ്മളെല്ലാം സൃഷ്ടിക്കുമ്പോൾ ഗോഡ് ഹാസ് എ പ്ലാൻ ആൻഡ് പേർപ്പസ് എന്ന് പറയും. ദൈവം സൃഷ്ടിച്ച എല്ലാത്തിനും ദൈവം ഒരു കൃത്യമായ പദ്ധതിയോടെയാണ് സൃഷ്ടിച്ചത്. ആ പർപ്പസിലേക്ക് നമ്മൾ വന്നാൽ മാത്രമേ നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ മാനസാന്തരം എന്ന് പറയുന്നത് എന്താ നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ പർപ്പസിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ഹല്ലേലൂയ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം ആ ദൈവത്തിൻ്റെ ഒറിജിനൽ പദ്ധതിയിലേക്കുള്ള തിരിച്ചുപോക്കിൻ്റെ പേരാണ് മാനസാന്തരം.